ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാട്ടോ. ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ 2 പിള്ളേരുടെ കൂടിയിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ ഷോപ്പിങ്ങിന് എന്തൊക്കെയാണ് കണ്ടതെന്നും ഞങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഇന്നിവിടെ ഭയങ്കര വെയിലാട്ടോ. ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെ എനിക്ക് പൊള്ളിയിട്ടുള്ളൂ. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ വേർത്തോലെ ഇരിക്കണേ കേട്ടോ. ഭയങ്കര വെയിലാണ്, എനിക്ക് ചൂടെടുത്തിട്ട് പാടില്ല. സാധാരണ ഇന്നലെയൊക്കെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര തണുപ്പായിരിക്കും. ഇനിയിപ്പോൾ കാറിൽ നിന്നൊക്കെ പുറത്തിറങ്ങി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പം നല്ല വെയിലാട്ടോ ഇവിടെ. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാട്ടോ, ഭയങ്കര വെയില. സൂര്യൻ മുകളിലിങ്ങനെ ഉദിച്ച് നിൽക്കണം, ആ മാതിരി വെയിലാട്ടോ. ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് ഇവിടെ. അപ്പം നമ്മൾ കാറിൽ നിന്നൊക്കെ പുറത്തിറങ്ങി നമ്മൾ നടക്കുക കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ പാർക്കിംഗ് ആണ്, നമുക്ക് എല്ലായിടത്തും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ വണ്ടി. അപ്പം ഇങ്ങനെ കുറേ അലോട്ടഡ് പ്ലേസസ് ഉണ്ട് നമുക്കിങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള. അപ്പം നമ്മൾ അവിടെയൊക്കെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങനെ അലോട്ടഡ് പ്ലേസസിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ വണ്ടീസ് പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൗൺസിലിൻ്റെ ഇതിന് നമുക്ക് ഫൈൻ വരും. അപ്പോൾ നമ്മളിങ്ങനെ അലോട്ടഡ് പ്ലേസസിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ചിലപ്പോൾ നമുക്ക് 10 മിനിറ്റ് അടക്കേണ്ടി വരും, ചിലപ്പോൾ തൊട്ടടുത്തായിരിക്കും, ചിലപ്പോൾ ആ ഷോപ്പിന് തന്നെ പാർക്കിംഗ് ഉണ്ടാകും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇതാട്ടോ. നമ്മളപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോവാം, ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കാണാം കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഒരു ചാരിറ്റി ഷോപ്പിലേക്കാട്ടോ. നമ്മൾ ചാരിറ്റി ഷോപ്പ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അയ്യെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് ഫർണിച്ചേഴ്സ് നേരിട്ട് മേടിക്കാൻ ഭയങ്കര റേറ്റാണ്. നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 50,000 70,000 ഒക്കെ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ചാരിറ്റി ഷോപ്പിൽ നിന്നാണ് ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ മേടിക്കാറ്. അങ്ങനെ നമ്മൾ ശരിക്കും നമ്മൾക്ക് പറ്റിയ സാധനങ്ങളൊന്നും ചാരിറ്റിയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും തന്നെ ചാരിറ്റിയിൽ നിന്ന് മേടിച്ചില്ല. ജസ്റ്റ് കയറി കണ്ടു, എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ശരിക്കും ടൗണിലേക്ക് ഇറങ്ങി. ഇതാണ് ശരിക്കും ഡെർബി ടൗണ്. ഡെർബി ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ടൗണാണ്, നല്ല അടിപൊളി സിറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെർബി. പ്രത്യേകിച്ച് ഈ പ്ലേസ്, ഈ ഏരിയ കാണാൻ നമുക്ക് ഭയങ്കര ഇതാണ്. ശരിക്കും ഇത് മാളിൻ്റെ ഒരു ഡെർബിയോൺ എന്ന് പറഞ്ഞിട്ടൊരു മാളിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം ഇരിക്കാനുള്ള സ്പേസ്, നമുക്ക് വേണമെങ്കിൽ മാളിൽ പോകാം, അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പിങ്സിനൊക്കെ പോകാം. ഇതാണ് സെൻറ്റർ, ഡെർബിയുടെ സെൻറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഞങ്ങൾ പക്ഷേ അവിടെ നിന്ന് ഇച്ചിരി നീങ്ങിയിട്ട് റിപ്ലി എന്ന് പറയുന്ന ഒരു പ്ലേസിലാട്ടോ. ഇതിൻ്റെ സെൻറ്ററിലാണ്. ഇതൊരു റിക്ഷ എന്ന് പറയുന്നത്, ഇതൊരു ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരു കടയാണ്. നമ്മുടെ മലയാളികളാണ് നടത്തുന്നത്. 2 മലയാളി ചേട്ടൻസാണ് നടത്തുന്നത്. ഒരാൾ കൊല്ലംകാരനും ഒരാൾ എറണാകുളംകാരനുമാണ്. അപ്പം ഞങ്ങൾ എപ്പോൾ ഡെർബി പോയാലും ഞങ്ങൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ്. ഫുഡ് ഞങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യാറ് സമൂസ ചാറ്റാണ്. കാരണം ഇവിടെ നമ്മുടെ കേരള ഫുഡല്ല, കൂടുതലും നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. മറ്റേ ബട്ടൂരിയും ബട്ടർ ചിക്കനും മറ്റേ സമൂസ ചാറ്റും അങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ ബിരിയാണിയൊക്കെയാണ് കൂടുതലും. നമ്മുടെ മലയാളികളുടെ ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന കടയുണ്ട്, അത് കുറച്ചും കൂടെ ഉള്ളിലേക്കാണ്. പക്ഷെ നമ്മൾ ടൗണിൽ വരുമ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യാറ് ഇവിടെയാണ്. എനിക്ക് ഇവിടുത്തെ ബിരിയാണി ആണെങ്കിലും സമൂസ ചാറ്റാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ ഞങ്ങൾ അവിടുത്തെ ചേട്ടന്മാരായിട്ടും ഭയങ്കര കമ്പനിയാണ്. എപ്പോൾ ഡെർബി വന്നാലും നമുക്ക് നമ്മളോട് എപ്പോഴും അവരോട് നമ്മൾ കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ആവശ്യങ്ങൾ അവർ ചെയ്തു തരാറുണ്ട്. നമ്മൾ ചോദിക്കുന്ന ആവശ്യങ്ങൾ എന്ത് നമുക്ക് ചെയ്തു തരാറുണ്ട്, ഞങ്ങൾ ചെയ്തു തരാറുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുപാട് ഹെവി ആയിട്ട് കഴിച്ചില്ല, കാരണം നമ്മൾ വേറൊരു സ്ഥലത്ത് മറ്റേ കോട്ടയം ബിരിയാണി കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് സമൂസ ചാറ്റും 2 കൊക്കോക്കോളയും മാത്രമാണ് കഴിച്ചുള്ളൂ. അങ്ങനെ പിള്ളേർ ആദ്യമായിട്ടാട്ടോ സമൂസ ചാറ്റൊക്കെ കഴിക്കുന്നത്. ഡേവിഡിന് ഇഷ്ടപ്പെട്ടു, ഡേവിനെ കുറച്ച് കഴിച്ചു. അത് ഞങ്ങൾ സമൂസ ചാറ്റൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് അവരോട് ടാറ്റയൊക്കെ പറഞ്ഞ് ചേട്ടന്മാരോട് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അത് കഴിഞ്ഞ് റിക്ഷയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഐസ്ക്രീംസ് കാണുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ കടയിലല്ലാണ്ട് ഇങ്ങനെ വാനിലാണ് ഇവിടെ ഐസ്ക്രീംസ് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ ഡേവിഡിന്, ഞാൻ പേരുകൾ ഓർക്കുന്നില്ല കേട്ടോ ഐസ്ക്രീമിൻ്റെ, എന്തൊക്കെയോ പേരുകൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡേവിനിക്ക് ഞാൻ ചെറുതായി മേടിച്ചു കൊടുത്തു, കാരണം അല്ലെങ്കിൽ മേത്തേക്കട മുഴുവൻ ഒഴിക്കും. അത് കാരണം ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു. ഡേവിനേക്കും ഞങ്ങളെല്ലാവരും. ജിജു പൊതുവെ ഐസ്ക്രീം ഒന്നും കഴിക്കാത്ത ഒരാളാട്ടോ, പക്ഷേ ജിജു മേടിച്ചു ഒരു ഐസ്ക്രീമും. ഡേവിനേക്ക് വാനില സ്ട്രോബെറി മിക്സ് ചെയ്തെന്തോ അങ്ങനെ എന്തോ ഒരു ഫ്ലേവറായിരുന്നു. ഞാൻ നോർമൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കഴിച്ചു. അങ്ങനെ ജിജു ഒരു ചോക്കോബാറോ മാംഗോ ബാറോ അങ്ങനെ എന്തോ സാധനമായിട്ടോ കഴിച്ചു. ഞങ്ങൾ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ജിജുവിന് എനിക്ക് ബർത്ത്ഡേക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കണമായിരുന്നു. അപ്പം അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ നമ്മൾ കൂടുതലും ഡ്രസ്സ് എടുക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടോ.
അപ്പം ഇതാണ് ശരിക്കും നമ്മുടെ ഡെർബി ടൗണിൻ്റെ ഒരു അത്യാവശ്യം സ്ഥലങ്ങളാണ്, കടകളൊക്കെയാണ്. ഇവിടെയാണ് നമുക്കിപ്പോൾ എന്താവശ്യത്തിന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാണ് ഡെർബി ടൗൺ. പിന്നെ യു.കെയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗാർഡനിങ് സൂപ്പറാണ്. ഏതിലെ പോയാലും പൂക്കളും മരങ്ങളും മാത്രമേ ഉള്ളൂ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. അവരത് മെയിൻറ്റെയിൻ ചെയ്യണ കാണാൻ തന്നെ നല്ല അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഗാർഡനിങ് ഒക്കെ കാണാൻ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ, ഈ ഡെർബി ടൗണിൻ്റെ അടുത്ത് തന്നെ നമുക്ക് തൊട്ടടുത്താണ് ബസ് സ്റ്റാൻഡ്. അതിൻ്റെ ബാക്കിലൊരു ലേക്ക് വ്യൂ ആണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല, ഒരു ചെറിയ ലേക്ക് വ്യൂ. അപ്പോൾ അവിടെ അത്യാവശ്യം ബേർഡ്സും മറ്റേ പ്രാവുകളും അരയണങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു പുൽമേട്, ജസ്റ്റ് നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമുക്കിവിടെ വന്നിരിക്കാം. നല്ല രസമായിട്ട് ഇവിടെ കുറച്ച് നേരം നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഭയങ്കര ഇതാവും. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഡെർബി പോകുമ്പോൾ ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കാറുണ്ട്. നമ്മൾ അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാറുണ്ട്. നമുക്കപ്പോൾ കുറച്ച് നേരം ഈ നമുക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാം. ഞാൻ നേരത്തെയൊക്കെ ഇവിടെ നമുക്ക് ഈ കിളികൾക്ക് ഭക്ഷണം കൊടുക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് അവർ അലോഡഡ് അല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അലോഡഡ് അല്ല എന്ന്. അങ്ങനെ ഞങ്ങൾ മറ്റേ പ്രാവിനെയും പറത്തി അങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ ദിവസം എത്തിയിട്ടാട്ടോ ഒന്ന് പുറത്ത് പോകണേ. അപ്പോൾ പ്രാവിൻ്റെ കൂടെ കളിക്കൽ, ചിരിക്കൽ, ഓടൽ, ചാടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലിങ്ങനെ ഓടിക്കളിച്ച് നടന്നിട്ട് പെട്ടെന്ന് ഇവിടെ വന്നിങ്ങനെ അടച്ചു പൂട്ടിയിരുന്നപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ എപ്പോഴും പറയും, അമ്മ ഒന്ന് പുറത്ത് കൊണ്ടുപോകും അമ്മേ, എപ്പോഴും എന്നോട് പറയും അമ്മ ഒന്ന് പുറത്ത് കൊണ്ടുപോകും. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ ഷോപ്പിങ്ങിന് പോവാം. കാരണം ഓൾറെഡി വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഷോപ്പിങ്ങിന് പോവാമെന്നും വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ അവർ അങ്ങനെ അടിച്ചു പൊളിച്ച് ഞങ്ങളിതൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് അവിടെ പ്രാവിൻ്റെയൊക്കെ കൂടെ ഒരു അരമണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് പറ്റിയ കടയാണ് പ്രൈമാർക്ക്. UK ഉള്ള വീഡിയോസൊക്കെ, അല്ലെങ്കിൽ UK താമസിക്കുന്ന പലരുടെയും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടാവും പ്രൈമാർക്ക് അത്യാവശ്യം നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡ്രസ്സൊക്കെ കിട്ടുന്ന ഒരു കടയാണ് പ്രൈമാർക്ക്. അത്യാവശ്യം വലിയ കടയാട്ടോ ഡെർബിയിൽ. അത്യാവശ്യം നമുക്ക് എല്ലാ ഡ്രസ്സുകളും ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് പുതിയ മോഡലായിട്ടുള്ള ഇതും. പിന്നെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പാറ്റേൺ ചില സമയത്ത് വരും. അപ്പോൾ നമ്മൾ ചില ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രൈമാർക്കിൽ നിന്ന് അടുത്തേന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും. അങ്ങനൊരു പ്രശ്നമുണ്ട്. അതല്ലാണ്ട് ബാക്കിയെല്ലാം വെച്ച് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഫിനാൻഷ്യലി ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി ഷോപ്പാണ് പ്രൈമാർക്ക്. ഞങ്ങളിവിടെ പോയിട്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും എടുത്തില്ല. ഞങ്ങൾ ജസ്റ്റ് ഡേവിഡിനൊരു കുട എടുത്തു. പിന്നെ ജിജുവിന് ഒരു ബർത്ത്ഡേക്ക് എൻ്റെ വക ഒരു ടീഷർട്ടും ഒരു ജീൻസിൻ്റെ ഒരു നിക്കറും ഞാൻ എടുത്തു കൊടുത്തു കേട്ടോ. എന്നാൽ വേറെ ഒന്നും എടുത്തില്ല, കാരണം ഓൾറെഡി ഡ്രസ്സൊക്കെ കയ്യിലിരിപ്പുണ്ട്. പിന്നെ എനിക്കങ്ങനെ അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ പ്രൈമാർക്കിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ ഒരു പൗണ്ട് ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു കടയിലാട്ടോ. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പൗണ്ടേ ഉള്ളൂ. മിക്ക സാധനങ്ങൾക്കും മിഠായികൾക്കാണേലും എല്ലാത്തിനും ഒരു പൗണ്ടാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റുന്ന കട പൗണ്ട് ലാൻഡ് നല്ലതാണ്. അപ്പം അവിടെ ശരിക്കും നമ്മുടെ മറ്റേ ഡ്രസ്സല്ല, ശരിക്കും നമ്മുടെ മറ്റുള്ള ഇതാണ്. ഞാൻ ശരിക്കും എനിക്ക് അവിടുത്തെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്ക് ഷോപ്പ് പൂട്ടുമായിരുന്നു. അപ്പോൾ അവർ വേഗം ഇറങ്ങാൻ പറഞ്ഞായിരുന്നു, നമ്മൾ വേഗം ഇറങ്ങി. അപ്പോൾ അങ്ങനെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് നമ്മുടെ ഗ്രോസറി ഐറ്റംസ് മേടിക്കാനാണ്. ആദ്യം ഞങ്ങൾ മീറ്റ് ഷോപ്പിലാണ് പോയത്. അവിടെ ചെന്നിട്ട് ഞാൻ കുറച്ച് ബീഫ്, ഇവിടെ ബീഫിന് ഭയങ്കര വിലയാട്ടോ. നമ്മുടെ നാട്ടിലൊരു 4,000-5,000 രൂപയുടെ അടുത്താവും. ഞങ്ങൾ ബീഫും പിന്നെ കുറച്ച് എനിക്ക് കോഴിയുടെ കരൾ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊരു കുറച്ച് മേടിച്ചു. അങ്ങനെ ബീഫും ഇന്നത്തെ പരിപാടിക്കുള്ള ബീഫും കോഴിയുടെ കുറച്ച് കരളൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റയെ ബൈ ബൈ ഒക്കെ പറഞ്ഞു. ഇതൊരു പാകിസ്ഥാനി ഷോപ്പാട്ടോ. അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഷെരീഫ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറാണ്. ശരിക്കും അവിടുത്തെ സ്റ്റാഫുകളെല്ലാം പാകിസ്ഥാനിയാണ്, പക്ഷേ അവിടുത്തെ ഒറിജിനൽ അതിൻ്റെ ഓണർ ഒരു മലയാളി മലപ്പുറംകാരനാണ്. നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു അറിവാണ് കിട്ടിയേക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾ ഇന്ത്യൻ സാധനങ്ങളെല്ലാം മേടിക്കുന്നത്. നമ്മുടെ കടല, പരിപ്പ്, അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും, ഉപ്പ് തൊട്ട് വേണമെങ്കിൽ എന്താ പറയുക, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഷെരീഫ് ആൻഡ് സൺസിൽ നിന്നാണ് കിട്ടുന്നത്.
എൻ്റെ അറിവിൽ UK മിക്ക സ്ഥലത്തും തന്നെ ഷെരീഫ് ആൻഡ് സൺസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒന്നുള്ളത് ഡെർബിയാണ്, പിന്നെ ഒന്ന് നോട്ടിംഗാമാണ്. ഞാൻ നോട്ടിംഗാമിൽ ഇതുവരെ ഞാൻ പോയിട്ടില്ല. എനിക്ക് ഇതുവരെ പോയിട്ടില്ല. അവിടെ എങ്ങനെയാണ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി പോവുകയാണെങ്കിൽ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ്സ്, പിന്നെ നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള കോക്കനട്ട്, പൊറോട്ട, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും കേട്ടോ അവിടെ. നമ്മുടെ മീൻ ചട്ടി, അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും. ഞങ്ങളങ്ങനെ അത്യാവശ്യം ഒരു 100 പൗണ്ടിനുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് നമ്മുടെ ഒരു മാസത്തേക്കുള്ള വീട്ടു സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു. കാരണം എപ്പോഴും ഡെർബിക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രായോഗികമായ ഒരു കാര്യമല്ലാത്തത് കൊണ്ട് നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ ഒരു മാസത്തേക്കുള്ളത് ഇങ്ങനെ ഇപ്പോൾ പുട്ടുപൊടി അങ്ങനത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്, ഇപ്പോൾ ജിജു പുറത്തെ ഫുഡൊന്നും കഴിക്കത്തില്ല, മീൻസ് ഇംഗ്ലീഷ് ഫുഡുകളൊന്നും ജിജുവിനോട് അത്രയും താല്പര്യമില്ല. അപ്പം ഇവിടെ എന്തായാലും ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ജിജുവിന് രാവിലെ വേണം. അപ്പം പിള്ളേർക്കാണെങ്കിലും പിള്ളേർ കഴിക്കും, അപ്പോൾ കൂടുതലും അവർക്കും ഞാൻ ഇന്ത്യൻ ഫുഡാണ് പ്രിഫർ ചെയ്യണേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഡെർബി പോകുമ്പോൾ ബൾക്കായിട്ട് സാധനങ്ങൾ മേടിക്കും. ബൾക്കായിട്ട് മേടിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പോകണ്ടല്ലോ. കാരണം നമുക്ക് ഇപ്പോൾ ബസ്സിന് പോകാനാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. അതായത് നമ്മൾ ഡെർബി ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഈ ഷെരീഫ് ആൻഡ് സൺസ് ഇച്ചിരിയുടെ ഉള്ളിലോട്ട് കയറിയിട്ടാണ്. അപ്പം ഡെർബി ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് നന്നായിട്ട് തിരിച്ച് ഇത് ചെയ്യണം, എന്തുട്ടാ നടക്കണം. എന്നെക്കൊണ്ട് എങ്ങും പറ്റില്ല, 20-25 മിനിറ്റ് നടക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായ കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ മാസത്തിലൊരിക്കൽ ഞങ്ങളിങ്ങനെ കാറ് മേടിച്ചപ്പോൾ ഞാട്ടോ ഇങ്ങനെ പോകണം. അല്ലെങ്കിൽ ആഴ്ചയിൽ ഡെർബിക്ക് പോക്കായിരുന്നു. നമുക്കതൊരു നഷ്ടമാണ്. കാരണം ഈ സാധനങ്ങളെല്ലാം ചുവന്ന് നടക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ പാക്ക് ചെയ്തു. ഇതെല്ലാം മേടിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറ്റി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കോട്ടയം ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കോട്ടയം ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് പറയണത് കോട്ടയം ബിരിയാണി ഇന്നില്ല, നമ്മുടെ നോർമൽ ബിരിയാണിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് സ്പൈസസ് കൗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാട്ടോ. നമ്മുടെ മലയാളികളുടെ ഒരു ഷോപ്പാണ്. നമ്മുടെ മലയാളം ഫുഡ് കിട്ടണം, നമ്മുടെ കേരള ഫുഡ് കിട്ടുന്ന ഷോപ്പാണ്. ഞങ്ങൾ അവിടെ നിന്ന് ബിരിയാണിയൊക്കെ മേടിച്ച് തിരിച്ചു പോകും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായി ബിരിയാണിയൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ തീർന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊരു താഴെയുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗായ്സ്. ബായ്.